الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും പരമാവധി പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും അവൻ്റെ തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഏകദേശം 2 ആഴ്ചകളോളം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ, ആത്മാർത്ഥമായ ഒരു പരിശോധന, ഒരാത്മപരിശോധന, സ്വയം വിമർശനം ഈ ദിവസം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എത്രത്തോളം ഖുർആനിൻ്റെ മാസം എന്ന നിലക്ക് ഖുർആനുമായി ബന്ധപ്പെടാനും ഖുർആൻ ഓതി പൂർത്തീകരിക്കാനും സാധിച്ചു എന്നത് ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. ജീവിതഗന്ധിയായ ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് ഏതൊക്കെ സൂറത്തിൻ്റെ അർത്ഥം എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ ഈ റമദാൻ നമ്മെ സഹായിച്ചു എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം റമദാനും ഖുർആൻ നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുമെന്ന് നമ്മുടെ നേതാവ് നൂറ്റാണ്ട് 14 മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് പരിശോധിക്കുമ്പോൾ അടിച്ചു വീശുന്ന കാറ്റ് പോലെ ഔദാര്യവാനായ പ്രവാചകൻ ഔദാര്യവാനായ ഈ മാസത്തിൽ എത്രത്തോളം നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ ധനത്തെ മാറ്റിവെക്കാൻ സാധിച്ചു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ നിലക്കൊക്കെ ആലോചനയും ചിന്തയും ഉണ്ടാവുകയും ഇനിയുള്ള ദിവസം ഒന്നുകൂടെ കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനവും പ്രാർത്ഥനയുമാണ് സത്യത്തിൽ റമദാൻ എന്ന നിലക്ക് ഈ ദിവസങ്ങളിൽ നമ്മിൽ ഉണ്ടാവേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ആ 3 ആയത്തിൻ്റെ പ്രത്യേകത, ഓരോ ആയത്തിലും അള്ളാഹു നമ്മൾ ചെയ്യേണ്ട 2 കാര്യം ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 6 കാര്യം ഉണ്ടാവും. ആയത്ത് 3 ആണെങ്കിലും
ഓരോ ആയത്തിലും നമ്മൾ ചെയ്യേണ്ട 2 കാര്യം ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള 3 ആയത്തുകൾ ഖുർആനിലുണ്ട്. ഈ ആയത്തിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ ഓരോ ആയത്തിലും പറഞ്ഞ ഈ 2 കാര്യങ്ങളിൽ അതിൽ ഒന്ന് ഒരാൾ നിർവഹിക്കുകയും മറ്റേത് ഒരാൾ അവഗണിക്കുകയും ചെയ്താൽ അയാൾ നിർവഹിച്ചതും അള്ളാഹു സ്വീകരിക്കുകയില്ല. രണ്ടും നിർവഹിക്കണം, രണ്ടും പരിഗണിക്കണം, രണ്ടും അമൽ ചെയ്യണം. ഒന്ന്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കണം, അവന്റെ ദൂതനെയും അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുക എന്നാണ്. പ്രവാചകൻ അനുസരിക്കുക എന്നതിന്റെ അർത്ഥം പ്രവാചകന്റെ വചനങ്ങൾ കുറ്റമറ്റ രൂപത്തിൽ നമ്മൾ കയ്യിലെത്തിയാൽ അത് കലവറ കൂടാതെ അംഗീകരിക്കുക എന്നതാണ്. ഇതിലൊരാള് ഇപ്പൊ പുതിയ ചിന്താഗതികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരാൾ ഖുർആൻ അള്ളാന്റെ ഗ്രന്ഥാണല്ലോ, അത് പിന്നെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവതരിച്ച് തീർന്നിട്ടുമുണ്ട്. അത് വ്യക്തമായി ഗ്രന്ഥരൂപത്തിലാകത്തിന് ചരിത്രമുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഞാൻ സ്വീകരിക്കും. ഹദീത്തൊക്കെ കുറെ കാലം കഴിഞ്ഞ് ആളുകൾ ശേഖരിച്ചതല്ലേ, അതിൽ നെല്ലും ബദറും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കാം എന്ന് ഒരാൾ പറഞ്ഞു. ഖുർആൻ സ്വീകരിച്ചാലോ അയാളുടെ ഖുർആൻ സ്വീകരണം അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം അദ്ദേഹം പ്രവാചകന്റെ വചനം സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തത്, അനിഷ്കുർലി വലിവാലിദൈക, എനിക്കും നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹ്ക്ക് നന്ദി ചെയ്യേണ്ടത് എങ്ങനെ നമുക്കറിയാം, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യേണ്ടത് നമുക്കറിയാം. ഒരാള് അള്ളാഹിനോടുള്ള നന്ദിയൊക്കെ അവരവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ചെയ്തു, മാതാപിതാക്കളെ അവഗണിച്ചു എന്ന് വെക്കുക എങ്കിൽ അയാൾ അള്ളാഹുവിനോട് കാണിച്ച നന്ദി അള്ളാഹു സ്വീകരിക്കുകയില്ല. ദരിദ്രരായ കുട്ടികൾ ജുവൈനുൽ ഹോമിലേക്ക് തള്ളപ്പെടുമ്പോ സമ്പന്നരായ രക്ഷിതാക്കൾ വൃദ്ധസദനത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവാഹ സദസ്സുകളിൽ തല കുമ്പിട്ടിരിക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്താ തല കുമ്പിടാൻ കാരണം? അവരുടെ ആഗ്രഹപ്രകാരമല്ല കല്യാണം നടക്കുന്നത്. അവർ അവസാനം മക്കളെ നിർബന്ധത്തിന് നിൽക്കേണ്ടി വരുന്നു. 8ഉം 10ഉം മക്കളെ പുലർത്താൻ ഒരു ഉമ്മക്കും ബാപ്പക്കും ഒരു പ്രയാസമില്ല. എന്നാൽ 8ഉം 10ഉം മക്കൾക്ക് ഒരു ഉമ്മനെയും ബാപ്പനെയും നോക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. താമരശ്ശേരിക്കടുത്തൊരു വീട്ടില് ഒരു രാത്രി ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ വീട്ടിലെ മെമ്പർമാർ, ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ. എന്താ വിഷയം? ഉമ്മയെ ആര് നോക്കും, എങ്ങനെ നോക്കും? ബാപ്പ അള്ളാഹു എന്റെ അനുഗ്രഹം കൊണ്ട് നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ആ ഭാരം ഒഴിവായി കിട്ടി. ഇനി ഒരു ഉമ്മ ബാക്കിയുണ്ട്. ചർച്ച തീരുമാനമായി 3 മാസം ഓരോ മക്കളെ വീട്ടിൽ നിർത്താം. അപ്പൊ രണ്ടാമത്തെ ചർച്ച വന്നു. 3 മാസം കഴിയുമ്പോൾ ഉമ്മനെ മറ്റേ വീട്ടിലേക്ക് എങ്ങനെയാ കൊണ്ടുപോവുക? അപ്പൊ ഞമ്മക്കോ എല്ലാവർക്കും കൂടി ഒരു ആംബുലൻസ് വാങ്ങാം, ഒരു ചെറിയ ആംബുലൻസ്. എന്നാ പിന്നെ വേറെ വണ്ടി വിളിക്കണ്ടല്ലോ, ഡ്രൈവിംഗ് എല്ലാവർക്കും അറേഞ്ച് ചെയ്യാം. അങ്ങനെ 3 മാസം മക്കൾ ഉമ്മൻ ഓരി വെച്ചു. വണ്ടി ഏർപ്പാടാക്കാൻ ഒരാൾ ഏർപ്പാടാക്കി. യോഗം നന്ദിയോടുകൂടി പിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോ ഉമ്മയെ അള്ളാഹു കൊണ്ടുപോയി. നിങ്ങൾ ആംബുലൻസും വാങ്ങണ്ട, 3 മാസം നോക്കണ്ട, അള്ളാഹു കൊണ്ടുപോയി. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് നന്ദി ചെയ്യണം, അള്ളാഹുവിന് നന്ദി ചെയ്യണം. അനിഷ്കുർലി വലിവാലിദൈക. ഒറ്റ ചരിത്രം പറയട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയി. ഹജ്ജിന് ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഒരാൾ അയാളുടെ ബാപ്പനെ തോളത്തിരുത്തി തവാഫും സഅയും പിന്നെ അതേപോലെ തന്നെ മുസ്ദലിഫയിലും അറഫയിലും മിനയിലും ഒക്കെ എല്ലാ കർമ്മങ്ങളും ബാപ്പനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവസാനം വിടവാങ്ങൽ തവാഫ് നടത്തി പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബന്റെ അടുത്തിരിക്കുകയാണ്. ഇദ്ദേഹം ചെന്ന് ചോദിച്ചു, ഇബ്നു ഉമർ, താങ്കൾ എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇബ്നു ഉമർ, ശരിയാണ്, ആരാ എന്റെ പുറത്തിരിക്കുന്നത്? എന്റെ വാപ്പയാണ്. ഓ, വാപ്പൻ എങ്ങനെയാ നോക്കല്? അതെ, ഞാൻ ജോലിക്ക് പോകുമ്പോഴും വാപ്പനെ കൊണ്ടുപോകും. എനിക്ക് വീടില്ല, അതുകൊണ്ട് ഞാൻ ജോലി സ്ഥലത്ത് വാപ്പൻ അവിടെ ഇരുത്തും, ജോലി ചെയ്യും. ജോലി ചെയ്താൽ അതേപോലെ പുറത്തിരുത്തി ഞാൻ താമസിക്കുന്നത് കൊണ്ടുവരും, കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും. ഹജ്ജ് ചെയ്യാൻ വാപ്പ പൂതി പറഞ്ഞപ്പോൾ അവിടുന്ന് നടന്നു വരികയാണ് ഞാൻ എൻ്റെ വാപ്പനെ തോളത്തിരുത്തി. ഈ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു ഇബ്നു ഉമർ. എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? ഇതൊക്കെ ചെയ്ത എനിക്ക്
എൻ്റെ ബാപ്പനോട് ചെയ്ത കടപ്പാടുകൾ, എൻ്റെ ബാപ്പയോട് ഞാൻ ചെയ്യേണ്ട കടപ്പാടുകൾ തീർത്തവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ? എന്ത് ഇങ്ങനൊക്കെ എൻ്റെ ബാപ്പനെ നോക്കിയ ഞാന് പരലോകത്തെത്തിയാൽ ഈ പ്രവർത്തനം കൊണ്ട് എൻ്റെ പിതാവിനോടുള്ള എല്ലാ ബാധ്യതയും തീർത്തവനാകുമോ? ആവൂല. ഇബ്നു ഉമർ പറയാൻ എന്താ പറഞ്ഞതെന്നറിയോ? നീ ഈ ചെയ്തതൊക്കെ കൂടി കണക്കൂട്ടിയാലുണ്ടല്ലോ എൻ്റെ ബാപ്പ നിനക്ക് വേണ്ടി വലിച്ച ഒരു നിശ്വാസത്തിന് സമാവൂലെന്ന് പറഞ്ഞു. അങ്ങനത്തെ വാപ്പാര് നമ്മളെ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയോ? പഴയ അമ്മിയെ പോലെ. അമ്മിപ്പാർക്കും ആവശ്യമില്ലല്ലോ, ഒരെല്ലാം ആവശ്യമുണ്ടോ? ഇല്ല. എന്നാ വീട്ടിൽ സാധനം ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാ കിടക്കുക? പൊടി പറ്റി മഴ കൊണ്ട് വെയിൽ കൊണ്ട് ഒരു വീടിന്റെ മൂലക്കല്. അങ്ങനെയാണോ? അള്ളാഹിനോട് കാണിച്ച ഒരു നന്ദിയും അള്ളാഹു സ്വീകരിക്കൂല. മൂന്നാമത്തെ എന്താ അറിയോ? അഖീമുസ്സലാ വ ആതു സക്കാ. നമസ്കാരം അതിന്റെ മുറപ്രകാരം അനുഷ്ഠിക്കണം, സക്കാത്തും അതിന്റെ മുറപ്രകാരം അനുഷ്ഠിക്കണം. 40-ലധികം സ്ഥലത്ത് ഖുർആൻ നമസ്കാരത്തോടാണ് സക്കാത്തിനെ ചേർത്ത് പറഞ്ഞത്, സക്കാത്തിനോട് ചേർത്ത് നമസ്കാരത്തെയാ പറഞ്ഞത്. നമ്മളെന്താ പറയാ? നിസ്കാരം നോക്കുക. പുയ്യാപ്പിള എങ്ങനെ ഉണ്ട്? ഓ നിസ്കാരം നോമ്പുമൊക്കെ ഉണ്ട്. അതിന് അർത്ഥം എന്താ അറിയോ? സക്കാത്തില്ലാന്ന്. അതില്ലാഞ്ഞാലും പ്രശ്നമില്ല. എന്താ കാരണം? പള്ളി കയറാത്തോനാന്ന് ജനങ്ങൾ അറിഞ്ഞാലൊരു മോശമല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കുട്ടിനെ കെട്ടിക്കുമ്പോ നിങ്ങളെ മക്കളെ അങ്കഹത്തുക്ക വസവ്വജത്തുക്ക എന്ന് പറഞ്ഞ് അത് കെട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണ പുയ്യാപ്പള സക്കാത്ത് കൊടുക്കണോ അന്വേഷിക്കണോ? ഇല്ല. എന്താ കാരണം? വേണേ കൊടുത്തോട്ടേതാ. അങ്ങനെയാണോ? ആ ചങ്ങായിന്റെ ധനം മുഴുവൻ ഹറാമല്ലേ? സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പത്ത് മുഴുവൻ ഹറാമല്ലേ? നിന്റെ മക്കൾ ഹറാമ് കഴിക്കണമെന്നാണോ നീ ആഗ്രഹിക്കേണ്ടത്? ആലോചിച്ച് നോക്കി. അവൾ ആരെ അന്വേഷിച്ചു? ഏതെങ്കിലും ഒരാൾ പള്ളി കമ്മിറ്റി പോയിട്ട് നിന്റെ മോളെ ഇയാൾ കല്യാണം ആലോചിക്കുന്നുണ്ട്, ആ സക്കാത്ത് കടലാസം തരി കഴിഞ്ഞോ അല്ലാത്ത ഓന്റെ പേരുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. നമ്മളെന്താ ചെയ്തത്? നിസ്കരിക്കലുണ്ടോ? ആ. കള്ളുടിക്കലുണ്ടോ? ഇല്ല. ഹോ മതി, ഇനി ഒന്നുമില്ല. എന്താർക്കല്ല. അഖീമുസ്സലാ വ ആതു സക്കാ. നമസ്കാരത്തിന് സമയമുണ്ടോ? സക്കാത്തിന് സമയമുണ്ട്. നമസ്കാരത്തിന് രൂപമുണ്ടോ? സക്കാത്തിന് രൂപമുണ്ട്. നമസ്കാരത്തിന് അളവുണ്ടോ? സക്കാത്തിന് അളവുണ്ട്. അത് അതിന്റെ കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ നോമ്പിന്റെ മുമ്പ് നിർബന്ധാക്കിയതാ സക്കാത്താണ്. ആർക്കും അറിയില്ല. ചില ആളുകൾ നോമ്പാകാ. നമ്മുടെ നാട്ടിലൊക്കെ ഈ സക്കാത്ത് സെല്ല് എന്ന് പറഞ്ഞ സാധനത്തിന് ജീവൻ ടാണെങ്കിൽ മാസം കാണണം. അത് മരിക്കലെ പറയോ? അടുത്ത മാസം കാണുമ്പോഴാണ്. ശവ്വാല് മാസം കണ്ടോ ചത്തു മരിച്ചു, പിന്നെ സക്കാത്ത് സെല്ലില്ല. ആരാ പഠിപ്പിച്ചത്? സഹോദരന്മാരെ, റമദാന്റെ മുമ്പ് നിർബന്ധാക്കിയ സക്കാത്തല്ലേ? അതുകൊണ്ട് തന്നെ റമദാനും സക്കാത്തും വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ആ മാസത്തിൽ ഒരാൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. ഇബാദത്തിന്റെ ക്രമമനുസരിച്ച് സക്കാത്തും റമദാനും തമ്മിൽ ഒരു ബന്ധമില്ല. ആ പക്ഷെ അത് വളരെ കൃത്യമായി നൽകിയില്ലെങ്കിൽ ഇത് പൈസ മുടക്കുള്ള സംഗതിയാണ്. നിസ്കാരത്തിന് പ്രത്യേകിച്ച് മുടക്കില്ല. പള്ളി കമ്മിറ്റി കൊടുത്തോളും പൈസ. വെള്ളം പള്ളിന്റെ മോട്ടറാണ്, AC പള്ളിൻ്റെതാണ്. നമുക്ക് പോയിട്ട് കൈ കനക്കിന് മുടക്കേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിച്ചു, സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഇനി നിങ്ങൾ ഒരാളോട് ചോദിക്കും, നിങ്ങൾ സക്കാത്ത് കൊടുത്തോ കഴിഞ്ഞല്ലത്തെ? ഒന്നുകിൽ കൊടുത്തു അല്ലേ കൊടുത്തില്ല. ശരി, കൊടുത്തു എന്ന് പറഞ്ഞവനെ വിളിക്കും. നിങ്ങളുടെ സക്കാത്തില് സമ്പത്ത്, ശമ്പളം, സ്വർണം, കച്ചവടം, കുരുമുളക്, നിങ്ങൾക്ക് എന്തൊക്കെ വരുമാനമുണ്ടോ അതിന്റെ കൃത്യമായ കണക്കും നിസാബും സമയവും പരിശോധിച്ചിട്ടാ കൊടുത്ത് എന്ന് ചോദിച്ചോ? എന്താ പറയാ? അങ്ങനൊന്നുമില്ല, നമ്മളെ നാട്ടിൽ ഒരു സംഭാവന കൊടുത്തു. ആർക്കാ സംഭാവന? അങ്ങനെ സക്കാത്തുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിക്കാം, മൗലവി നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? ഓ എത്ര റക്അത്ത്? ഞാൻ പണ്ടൊക്കെ 2 റക്അത്താണ് നിസ്കരിക്കല്, ഇപ്പൊ ഇന്നെ റക്അത്ത് നോക്കല്ല. ഇന്ന് രാവിലെ 1 നിസ്കരിച്ച്. അങ്ങനെ സുബഹി ഉണ്ടോ? ഇല്ല. എന്നാ അങ്ങനെ റക്അത്തും ഇല്ല, ഇങ്ങനെ റക്അത്തും ഇല്ല. അത് വളരെ കൃത്യമായി കൊടുത്തിരിക്കണം. പരിശുദ്ധ ഖുർആൻ മുശ്രിക്ക് എന്ന് പറഞ്ഞത് 2 വിഭാഗത്തെയാണ്. ഒന്ന് അതിന്റെ പദത്തിന്റെ അർത്ഥം പോലെ ബഹുദൈവ വിശ്വാസി, അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവർ. ആ മുശ്രിക്കാണെന്ന് കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? മുശ്രിക്കീങ്ങൾക്കാകുന്നു നാശം. ആരാ മുശ്രിക്ക്? അല്ലദീന ലാ യുതൂന സകാത്ത. അവർ സകാത്ത് കൊടുക്കാത്തവരാണ്. സകാത്ത് കൊടുക്കാത്തവരെ ഖുർആൻ എണ്ണിയത് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലാണ്. എന്താ ഷിർക്കിന്റെ പ്രതിഫലം? എന്താ പകരം? ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. ലാ യഹ്ബതന്ന അമലുക ലഇൻ അശ്റക്ത ലാ യഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. സഹോദരിമാരെ, നിങ്ങളെ കല്യാണം എന്നായിരുന്നു?
ഇന്ന ഡേറ്റ് ആണ്. ആ ഡേറ്റ് അടുത്ത കൊല്ലം വരുന്നതിന്റെ തലേ ദിവസം നിങ്ങളും പുയ്യാപ്പളയും കൂടി ഇരുന്ന് ബാപ്പ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബാപ്പ തന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുത്തിനോ ഇല്ലേ, നിങ്ങൾ നമസ്കാരം എന്താ സ്വീകരിക്കൂല. ഒരു സംശയം ആർക്കും വേണ്ട. മനസ്സിലായോ? കച്ചവടക്കാർ നഷ്ടാണ് ചോദിച്ച് സക്കാത്ത് വേണ്ടെന്ന് അറിയണോ? വേണോ? കണക്ക് കൂട്ടണം. കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് നിലവിലുള്ളത് കണക്ക് കൂട്ടി 2.5% കൊടുത്തത് എന്നായിരുന്നു കട ഉദ്ഘാടനം. എല്ലാവരും പീഡിയ കച്ചവടം റമദാനല്ല, എല്ലാവരും കല്യാണ റമദാനല്ല, എല്ലാവരും റബ്ബർമേൽ ഒലിക്കൽ റമദാനല്ല. അല്ലല്ലോ. എപ്പോഴാണോ നമ്മുടെ വരുമാനം, എപ്പോഴാ കൃഷി എടുക്കല്, നെല്ല് കൊയ്യൽ റമദാനല്ല, കുരുമുളക് വറുക്കൽ റമദാനല്ല, അടക്ക വറുക്കൽ റമദാനല്ല. ഇത് റമദാൻ നമ്മൾ വല്ലതും തൊടും. സക്കാത്ത് ലൈനൊക്കെ വളരെ കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ നമസ്കാരമല്ല ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. സാമ്പത്തിക രംഗത്ത് 5 ബാധ്യത ഉണ്ട് സഹോദരന്മാരെ. 1 സക്കാത്ത്, 2 സ്വദഖ, 3 ഔൻ, 4 ഖർള്, 5 വിറാസത്ത്, 6 വസിയത്ത്. ഈ 6 ബാധ്യത നിർവഹിക്കേണ്ടവർ നിർവഹിച്ചില്ലെങ്കിൽ സ്വർഗത്ത് കൊണ്ടുപോകില്ല. സക്കാത്തിന്റെ അർത്ഥങ്ങൾക്ക് അറിയാലോ. ഒരു നിശ്ചിത അളവ് മുതലിന് ഒരു നിശ്ചിത ശതമാനം ഒരു നിശ്ചിത കാലയളവിൽ നിശ്ചയിക്കപ്പെട്ട വിഭാഗത്തിന് കൊടുക്കുന്നതിന് പേരാണ് സക്കാത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം. സദഖയോ, സദഖ എപ്പോഴും വേണം. സദഖ എപ്പോഴും വേണം. സദഖയെ പറ്റി എത്രമാത്രം പ്രോത്സാഹിപ്പിക്കപ്പെട്ട മതമാണ് നമ്മുടെ മതം. എന്നിട്ട് നമ്മൾ ഈ റമദാനിൽ 10-14 ദിവസമായല്ലോ എത്ര റുപ്യ അള്ളാന്റെ മാർഗത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഖബറിലെ പ്രകാശം നമസ്കാരമാണെങ്കിൽ ഖബറിലെ ആശ്വാസം സദഖയാണ്. അസ്സദഖത്തു ബുർഹാനുൻ. ഖബറിൽ നമുക്കൊരു ആശ്വാസമായി വരലെന്താ അറിയോ? ഇവിടെ ഇടക്കിടക്ക് ബക്കറ്റ് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇടുന്ന 10 റുപ്യ അല്ലേ അതാണ്ടാവുക. ബാങ്ക് ബാലൻസ് ആരാ എടുക്കാന്നറിയോ? മക്കളാ എടുക്കുക. ആ മക്കളെ അവസ്ഥ എന്താ അറിയോ? ഈ പള്ളിക്കാട്ടില് നിന്റെ ഒരു ഉമ്മയും ബാപ്പയും കിടക്കുന്നുണ്ട് എന്നുള്ള ബോധം പോലും നമ്മളെ മക്കൾക്ക് ഉണ്ടാവില്ല. അതാരും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി ഖബറിലെ ആശ്വാസത്തിന് വേണ്ടി എന്ത് മാറ്റി വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ? അസ്സദഖത്തു ബുർഹാൻ, അസ്സലാത്തു നൂറുൻ. ഖബറിലെ പ്രകാശം നമസ്കാരമാണ്. എത്രമാത്രം സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കാൻ ഈ മാസം നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനൊക്കെ മസില് പിടിച്ച് ഇമാമിന്റെ ബേക്കിൽ അത് ഏശിയുള്ള പള്ളിയാണ്. അല്ലാതെ ഒറ്റക്കുട്ടി ഉണ്ടാവുമോ? നമ്മളൊക്കെ നാട്ടിലെ നോമ്പ് ഇങ്ങനെ ഇന്നിപ്പോ എടുക്കാപ്പോ അവിടെ പോവാ, അവിടെ ഏസി ഉണ്ട്, അങ്ങോട്ട് പോവാ. ഇതിന് കുറച്ചേരം തണുപ്പിൽ ഇങ്ങനെ നിൽക്കാലോ അല്ലേ? നമ്മൾ ഒറ്റക്ക് സ്കരിക്കുന്നുണ്ടോ? ഉണ്ടോ? തഹയ്യത്തുണ്ടോ? ഇല്ല. ഉളൂന്റെ സുന്നത്തുണ്ടോ? ഇല്ല. റവാത്തിബ് ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? അന്ന് താല്പര്യമല്ല. ഖബറിലെ പ്രകാശം ഈ നമസ്കാരമാണ്. ഖബറിലെ ആശ്വാസം ഈ സ്വദഖയാണ്. അതാണ് സ്വദഖ. അബൂദർദാ റളിയല്ലാഹു അൻഹു 7 പെൺമക്കളുടെ വാപ്പയാണ്. കണ്ണൂർ ജില്ലയിൽ 7 പെൺമക്കളുടെ ഒരു അടഹൂരി പോകും. നിങ്ങൾക്ക് അറിയാലോ. 7 അറവാണ്. അവരുടെ വീടിന് വലുപ്പത്രയാ അല്ലേ? 7 പെൺകുട്ടികൾ. ആകെ ജീവിക്കാനുള്ള ഒറ്റത്തോട്ടം. വീട് ആ തോട്ടത്തിലാ. വരുമാനം ആ തോട്ട. അല്ലാഹ് ചോദിച്ചു, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. അല്ലാഹ്ക്ക് നല്ല കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ട്? ഖുർആന്റെ ചോദ്യം. ഈത്തപ്പഴം പെറുക്കിക്കൊണ്ടിരിക്കെ ഭാര്യയും മക്കളും, ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കെ ഭാര്യയും മക്കളും. അബൂദർദാ പറഞ്ഞു, പെറുക്കിയ ഈത്തപ്പഴം മുഴുവൻ അവിടെ ഇടണം, കീശയിലുള്ളതൊക്കെ അവിടെ ഇടണം, സഞ്ചിയുള്ളത് അവിടെ ചെരിയണം. എന്തേ? ഞാൻ ഈ തോട്ടം അള്ളാഹുവിന്റെ റസൂലിന് വഖഫ് ചെയ്തിരിക്കുന്നു. 7 പെൺകുട്ടികളുള്ള ഒരു ബാപ്പ ഉള്ള തോട്ടം വഖഫ് ചെയ്തിട്ട് ഓളെടുത്തിക്കാട് ചെന്ന ഓന്റെ കഥ എന്താത്? എങ്ങനെയൊക്കെ നമ്മളെ സ്വീകരിക്കുക സഹോദരന്മാരെ, നമ്മളെ ഭാര്യമാര്? ആലോചിച്ചു നിങ്ങൾ. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ഒരക്ഷരം പോലും പറഞ്ഞ മക്കളോട് പുറത്തിറങ്ങി, മക്കളെ പടച്ചോ നമ്മളെ ഏറ്റെടുക്കും. എന്നിട്ട് ആ കുട്ടികൾ റോട്ടുമലായോ? ഇല്ല. അള്ളയാണല്ലോ വലുത്. അള്ളേ വലുത്. ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഖുർആൻ പറഞ്ഞ് നമുക്ക് വിശ്വാസമില്ലല്ലേ? മാസ്ക് വെച്ച് ഖുർആൻ പറഞ്ഞിട്ടായിരുന്നു? അല്ല. കല്യാണത്തിന് ആളെ കുറച്ച് ഖുർആൻ പറഞ്ഞിട്ടായിരുന്നു? അല്ല. ആൾക്കൂട്ടത്തിൽ പോവാതെ ഒറ്റക്ക് വീട്ടിൽ നിന്ന് ഖുർആൻ പറഞ്ഞിട്ടായിരുന്നു? അല്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടാ, ഗവൺമെന്റ് പറഞ്ഞിട്ടാ അതിന് വില ഉണ്ടാവും. അള്ളാഹ് പറഞ്ഞതിന് ഒരു വിലയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുളമൂൻ. നിങ്ങൾ എന്തൊന്ന് എന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ഞാനത് നിങ്ങൾക്ക് തിരിച്ചു തരും. വഹും ലാ യുളമൂൻ. ഒരു നിലക്കും നിങ്ങളോട് ഞാൻ അക്രമം കാണിക്കൂല. ദുനിയാവിൽ നിങ്ങൾ 1000 കൊടുത്താൽ 10,000 പടച്ചോൻ തിരിച്ചു തരും. ആർക്കും വിശ്വാസമല്ല. ആരെ വിശ്വാസം? തട്ടിപ്പുകാരെ വിശ്വാസ. 1,00,000-ന് 3,000 കിട്ടും. അത്രേ കൊണ്ടുപോയിട്ട് 50 ലക്ഷം പോയി. എന്തേ? ഓൻ പറഞ്ഞ വിശ്വാസം. അള്ളാഹ് പറഞ്ഞതോ വിശ്വാസമല്ല. നിങ്ങൾ ബക്കറ്റ് പിടിച്ചെടുത്തനാടെ നിൽക്കട്ടെ. എത്ര റുപ്യ നിങ്ങൾ ഞാൻ ഇടല്?
അതേ സ്ഥാനത്ത് നിങ്ങളെ രഹസ്യമായിട്ട് ഒരാൾ വിളിക്കുകയാണ്, ഒരു ബിസിനസ് ഉണ്ട്, ആരോടും പറയണ്ട, എന്നോട് മാത്രമേ പറയുള്ളൂ, 1,00,000 3,000 റുപ്യ കിട്ടും, നാം ഉണ്ടണ്ട, മൂപ്പരുള്ളതും കെട്ടിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക, ഓൻ പോയ വയ്യവിനെ കാണാനില്ല. എത്ര തട്ടിപ്പ് സഹോദരന്മാര്! ജനങ്ങൾ പറഞ്ഞാൽ വിശ്വാസമായി, അല്ല പറയുമ്പോഴോ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളെ കയ്യിൽ നിന്ന് ഒരു പരിധി വിട്ട് അളകാത്തത് അല്ലേ. കടം വാങ്ങി അവിടുന്ന് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണില്ലേ? എന്താ കാരണം? കിട്ടുന്ന ഉറപ്പുണ്ട്. ഇതോ ഉറപ്പില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഈ വിഷയത്തിൽ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തെ ഒന്നാമത്തെ ബാധ്യത സക്കാത്താണ്, 2 സദഖയാണ്, 3 ഔൻ സഹായം ആർക്കും കൊടുക്കേണ്ടി വരും. വലിയ പണക്കാർക്ക് എപ്പോഴും സഹായം കൊടുക്കേണ്ടി വരും. വെള്ളപ്പൊക്കം വന്നു എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ വീടുള്ള ആള് കടന്നത് പള്ളിക്കൊലൈമല. അയാൾക്ക് വിരിപ്പെടുത്ത് ഞാനാ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിങ്ങള്. എന്താ കാര്യം? അയാളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് 3-4 നില വീടില്ലേ, കാറ് ഒക്കെ വെള്ളത്തിന്റെ അടിയിലല്ലേ? അയാൾക്ക് സഹായം ആവശ്യമാണ്. ഔൻ പെട്ടെന്നൊരു ദുരന്തം ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടി വരും, നമ്മുടെ ബാധ്യതയാണത്. പിന്നെയോ കടത്തിന്റെ ആയത്താ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പറയുന്ന അപ്പൊ പാലിക്കേണ്ട നിയമം പറയുന്ന ആയത്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. അർശിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നു, എന്ത്? സദഖയേക്കാൾ പ്രതിഫലമുണ്ട് കടത്തിന്. അത് സ്വഹാബികൾക്ക് മനസ്സിലായില്ല. അതെങ്ങനെ പ്രവാചകരെ? സദഖയേക്കാൾ കൂലി കടത്തിനുണ്ടാവുക. അപ്പൊ റസൂൽ പറഞ്ഞു, സദഖ ചിലപ്പോ ആവശ്യമില്ലാത്തോലെ കയ്യിലെത്തുമല്ലോ. സദഖ ചിലപ്പെങ്കിലും ആവശ്യമില്ലാത്തോലെ കയ്യിലും എത്താൻ സാധ്യത ഉണ്ട്. എന്നാ കടോ അത്യാവശ്യമുള്ളവന്റെ കയ്യിലെത്തുക. അതുകൊണ്ട് ചിലപ്പോ സദഖയേക്കാൾ പ്രതിഫലം കടത്തിനുണ്ട്. ഞാൻ 1 റുപ്യ 1000 റുപ്യ ഒരാൾക്ക് കടം കൊടുത്താൽ, ഒരു മാസത്തെ ഇടക്ക് കൊടുത്താൽ, ആ 1 മാസം 500 രൂപ സദഖ ചെയ്ത കൂലി എനിക്ക് വേണ്ടി രേഖപ്പെടുത്തുന്ന. 1 മാസം കഴിഞ്ഞു, അയാൾക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല, 1 മാസം കൂടി അവധി കൊടുത്തു, ആ 1 മാസം ദിവസം 1000 രൂപ സദഖ കൊടുത്ത കൂലി ഉണ്ട്. 2 മാസം എനിക്ക് മനസ്സിലായി ഓനക്ക് തരാൻ കഴിയൂല, പാവാണ്, തരാൻ കഴിയാന്ന് നമുക്ക് പറയാൻ ധൈര്യമല്ല. അതുകൊണ്ട് തന്നെ അവധി നീട്ടി പറയാൻ വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു, സദഖ അയ്യെടുത്തോ, സ്വർഗത്തിനൊരു വീട് 1000 റുപ്യക്ക്. അറിയോ? അത്രക്ക് പ്രതിഫലമുണ്ട് സദഖക്ക്, കടത്തിന്. വിറാസത്ത്, അനന്തര സ്വത്ത്, മറ്റൊന്ന് വസിയത്ത്. അതൊന്നും ഇപ്പൊ വിശദീകരണ സന്ദർഭമല്ല. സാമ്പത്തിക രംഗത്ത് നമ്മുടെ അമലുകൾ സ്വീകരിക്കണോ ഇല്ലേ തീരുമാനിക്കുന്ന സക്കാത്ത് വളരെ കണിശമായി പരിശോധിക്കുകയും അത് കൊടുത്തു തീരാത്തവർ അത് എത്രയും പെട്ടെന്ന് കയ്യിൽ നിന്ന് ഒഴിവാക്കണം. കാരണം നമ്മുടെ സമ്പത്ത് മുഴുവൻ ഹറാമായി പോകും. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റുള്ള സമ്പത്ത് കൂടെ ഹറാമാകും. 1, നരകത്തിന്റെ മുമ്പിൽ ഇത്തരം ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് തള്ളിയിടുന്നതിന്റെ മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല സഹോദരന്മാരെ, എൻ്റെ അടിമകളെ, നിങ്ങൾക്ക് ഞാൻ ദുനിയാവ് മുഴുവൻ നൽകി നിൽക്കുക, എന്നിട്ട് ആ ദുനിയാവ് മുഴുവൻ ഈ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോ? ഓ, അവൻ തരും, അതിനപ്പുറം തരും, നരകത്തേക്ക് പോകാൻ പോവുക. അപ്പൊ അള്ള പറഞ്ഞാൽ എന്താ അറിയോ? ഇതൊന്നും വേണ്ടില്ലല്ലോ, 100 റുപ്യന്റെ 2.5 റുപ്യല്ലേ ഞാൻ ചോദിച്ചില്ലോ, ഇനി അത് നിങ്ങൾ തന്നില്ലല്ലോ. 590 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ ഉണ്ടെങ്കിലല്ലേ ഞാൻ സക്കാത്ത് ചോദിച്ചുള്ളൂ. അത് നിങ്ങൾ തന്നോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിന്ദ്യമായ ശിക്ഷ ഇന്ന് നിങ്ങൾ അനുഭവിക്കുക. നരകം കാണുമ്പോൾ എന്താ പറയാ? ദുനിയാവല്ല, 100 ദുനിയാവുണ്ടെങ്കിൽ തന്നോളാം. അല്ലെന്തേ ചോദിച്ചുള്ളൂ? വളരെ കുറഞ്ഞ സംഖ്യ. അതുകൊണ്ട് അത് കണിശമായ വിചാരണയ്ക്ക് വിധേയമാക്കി നൽകാത്തവർ വളരെ കൃത്യമായി നൽകണം. അത് ശേഖരിക്കപ്പെടണം, വിതരണം ചെയ്യപ്പെടണം. അതാണ് എന്റെ രൂപം. പണക്കാരിൽ നിന്ന് ശേഖരിക്കപ്പെടണം, പാവങ്ങളിൽ വിതരണം ചെയ്യപ്പെടണം. അപ്പൊ 3ാമതൊരു സംഖ്യ, ഒരു കൂട്ടരവിടെ വേണം. അതാണ് വൽ ആമിലീന അലൈഹ. അത് ശേഖരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ, സക്കാത്ത് വാങ്ങാൻ അർഹരെ എണ്ണി പറഞ്ഞ പൈരൊരു വിഭാഗാന വൽ ആമിലീന അലൈഹ. അത് ശേഖരിക്കുകയും അത് കണക്ക് വെക്കുകയും അത് കൃത്യമായി അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാൻ പണിയെടുക്കുന്നവർ പണക്കാരാണെങ്കിലും അവർക്ക് സക്കാത്ത് വാങ്ങാം എന്ന് ഖുർആൻ. അപ്പോ സംഘടിതമാവണം, വളരെ കൃത്യമാവണം. അല്ലാത്തവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതോടൊപ്പം നമ്മുടെ സമ്പത്ത് പരമാവധി നമ്മുടെ ഖബർ ജീവിതത്തിലേക്കും പരലോക ജീവിതത്തിലേക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാനും ചെലവഴിക്കുവാനും നമ്മുടേതാക്കുവാനും നമ്മൾക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു. അത് പറഞ്ഞ് ഞാൻ 1ാമത്തെ ഖുത്ബ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ സദസ്സിനോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് നിങ്ങളെ സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശയുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ? നിങ്ങളുടെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശയുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അപ്പൊ
എല്ലാവരും ചോദിച്ചു, ഞങ്ങളെ സമ്പത്തിനല്ലാതെ അനന്തരാവകാശ സമ്പത്തിനെ നമ്മൾ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അള്ളാന്റെ റസൂൽ മനസ്സിലായി സംഗതി ഓടിയില്ല എന്ന്. എന്താ പറഞ്ഞതെന്ന് ഓടിയില്ല. അപ്പൊ റസൂൽ റസൂൽ പറഞ്ഞു, നിങ്ങളെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? നിങ്ങൾ ചെലവഴിച്ചതാ, നിങ്ങൾ തിന്നതാ, നിങ്ങൾ കുടിച്ചതാ, നിങ്ങൾ ഇട്ട് കീറി ഒഴിവാക്കിയതാ. നിങ്ങൾ ഈ പോക്കറ്റിലും ബാങ്ക് ലോക്കറിലും വീട്ടിൽ അലമാരയിലും കൂട്ടി വെച്ച് കൊണ്ടിടക്കുന്നത് നിങ്ങൾ മരിച്ചാൽ ആരാ കൊണ്ടുപോവുക? അനന്തരാവകാശി. അപ്പൊ അത് ആരതാ? നിങ്ങൾ പെയിന്റെ വീലാലെ നടക്കുന്നത്? ഏതാ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം നമുക്ക് പരലോകത്ത് ഗുണം കിട്ടുന്ന ചെലവഴിക്കുമ്പോൾ നമ്മുടേതായി മാറും. അങ്ങനെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പരിശ്രമിച്ച് സ്വർഗം നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിരിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ്. മുഴുവൻ വേദഗ്രന്ഥങ്ങളും ഇറക്കപ്പെട്ടത് പരിശുദ്ധ റമളാനിലാണ്. എല്ലാ പ്രവാചകന്മാർക്കും പ്രവാചകത്വം കിട്ടിയത് പരിശുദ്ധ റമളാനിലാണ്. റമളാൻ എന്നതുപോലെ വ്രതം എന്നത് എല്ലാ സമുദായത്തിനും അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഇബാദത്തുമാണ്. അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആന്റെ മറ്റൊരു പേര് ഫുർഖാൻ, സത്യാസത്യ വിവേചകം നടത്തം. അതേ പേരിൽ അറിയപ്പെട്ടൊരു യുദ്ധമുണ്ട്, യൗമുൽ ഫുർഖാൻ. അത് ബദർ യുദ്ധമാണ്. സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിലെ ഏറ്റവും ഇസ്ലാം ഇവിടെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന യുദ്ധമായിരുന്നു ബദർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ പരാമർശം നടത്തി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവാൻ പോകുന്നു എന്ന് അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ ആദ്യമായി പോയത് ബദറിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായ ബദരീങ്ങളെ ഖബറിനെടുത്ത് എന്നിട്ട് ദീർഘമായി പ്രാർത്ഥിച്ച ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പദവി നൽകപ്പെട്ടവരാണ് ബദറിൽ പങ്കെടുത്ത രക്തസാക്ഷികളായ അല്ലാത്തവരുമായ രക്തസാക്ഷികൾ മാത്രമല്ല, ആ ബദറിൽ പങ്കെടുത്ത എല്ലാ സഹാബികൾക്കും അല്ലാഹു ഉന്നതമായ പദവി നൽകിയിട്ടുണ്ട്. നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ ബദർ എന്ന ആ സംഭവം നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, സത്യവിശ്വാസികൾ എന്ന നിലക്ക് പ്രവാചകനും അള്ളാഹുവിനും നേരത്തെ പറഞ്ഞതുപോലെ അത്തിയുല്ലാഹു അത്തിയുർ റസൂല എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സ്വഹാബികൾ കാണിച്ച അനുസരണം എന്നും മാതൃകയാണ്. ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ അനിവാര്യത വന്നപ്പോ, അല്ലെങ്കിൽ ഒരു കച്ചവട സംഘത്തെ പ്രതിരോധിക്കേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു നേതാവും മാതൃകയായി സ്വീകരിക്കേണ്ട വിധം സ്വഹാബികളുമായി കൂടിയാലോചിച്ചു. കൂടിയാലോചന എന്നത് ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരാണ്. അത്രക്ക് പ്രാധാന്യം ഉണ്ട്. നമ്മൾ എത്ര അറിവും കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന വിഷയം മലക്കളോട് കൂടിയാലോചിച്ചു. എന്താവശ്യമുള്ളത്? അള്ളാഹ്ക്ക് അറിയാത്ത എന്തെങ്കിലും മലക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അത് നമ്മൾക്ക് പഠിക്കാനാ. എത്ര ചെറുതും വലുതുമായ കാര്യമാണെങ്കിലും പരസ്പരം കൂടിയാലോചിക്കണം. അൻസാറുകളെയും മുഹാജിറുകളെയും വേറെ വേറെ പ്രവാചകൻ കണ്ട് കൂടിയാലോചിച്ചു. അതിൽ നിന്ന് പ്രവാചകന് വലിയ ഊർജം കിട്ടി. മുഹാജിറുകളുടെ നേതാവായിരുന്നു മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞത്, പ്രവാചകരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബനി ഇസ്രായേൽക്കാർ പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ നിങ്ങളോട് പറയുകയില്ല. ബനി ഇസ്രായേൽക്കാർ മൂസാ നബിയോട് പറഞ്ഞെന്താ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്നാ പറഞ്ഞത്. അതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയില്ല. എത്ര പ്രയാസം നിറഞ്ഞ ഘട്ടമാണെങ്കിലും എന്താ പിന്നെ പറയാ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യണം, ഞങ്ങൾ താങ്കളുടെ കൂടെ അവസാന ശ്വാസം വരെ അടരാടും. പ്രവാചകന് വലിയ ആവേശമായി. അൻസാറുകളെ വിളിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുടെ നേതാവായി വന്നു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ?
പ്രവാചകരെ, നിങ്ങളാ കാണുന്ന സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ റെഡി. ആ കാണുന്ന വലിയ പർവ്വതത്തിന്റെ മുകളിൽ കീഴ്പ്പെട്ട് ചാടാൻ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ റെഡി. അതുകൊണ്ട് മരണം വരെ എന്ത് സംഭവിച്ചാലും നിങ്ങളെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. പ്രവാചകന്റെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥനയുമായി ബദറിലേക്ക് നീങ്ങുന്നു. അപ്പൊ പ്രവാചകനോടും അള്ളാഹുവിനോടും ഒരു വിശ്വാസി കാണിക്കേണ്ട കലവറയില്ലാത്ത അനുസരണ ബോധമാണ് ബദർ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. 2, പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്? പ്രാർത്ഥനയുടെ യുദ്ധമാണ് ബദർ യുദ്ധം. ചരിത്രം തിരുത്തിയ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ വലിയ മാറ്റമുണ്ടാക്കിയതാണ്. എല്ലാ രാജാക്കന്മാരുടെ അടുത്തേക്കും പ്രവാചകൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ച ചരിത്രം നമുക്കറിയാം. പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന സ്വഹാബിയെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ആ കത്ത് പേർഷ്യൻ രാജാവ് പിച്ചി ചീന്തിക്കളഞ്ഞു. ഒരു ദൂതൻ വഴി, അള്ളാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല വീരം പ്രവാചകനെ അറിയിച്ചു. താങ്കളുടെ കത്ത് കീറിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്ന രൂപത്തിൽ ഒരു ദൂതൻ അവർ കൊന്നിരിക്കുന്നു. ഒരു കാലത്ത് ചെയ്യാൻ പാടില്ല. ഒരു ദൂതുമായി വന്ന ഒരു മനുഷ്യൻ എത്ര നമുക്ക് വെറുപ്പുള്ള ആളാണെങ്കിലും അയാൾ ഉപദ്രവിക്കാൻ പാടില്ല. ലോകമുണ്ടായ അന്ന് മുതലുള്ള അന്താരാഷ്ട്ര നിയമമാണ്. അതും ലംഘിച്ചിരിക്കുന്നു പേർഷ്യൻ രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞ ആ തോപ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ മസ്സിഖ് മുൽഖഹു. ഒറ്റ പ്രാർത്ഥന, അല്ലാഹുമ്മ മസ്സിഖ് മുൽഖഹു. അല്ലാഹുവേ, പേർഷ്യൻ സർവ്വസൈന്യ റുസ്തമിന്റെ കൊട്ടാരം നീ എന്റെ കത്ത് പിച്ചി ചീന്തിയതുപോലെ പിച്ചി ചീന്തണം. ചീന്തിയില്ലേ? മണിക്കൂറുകൾക്കകം പേർഷ്യൻ രാജാവ് കൊല്ലപ്പെടുകയും രാജ്യം അന്യാധീനപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രം. അതാണ് ചരിത്രം തിരുത്തിയ പ്രാർത്ഥന. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് ബദർ രണാങ്കണത്തിന്റെ തലേ ദിവസം ഒരുപോലെ കണ്ണടക്കാതെ ജനങ്ങളെല്ലാം കാണുന്ന രൂപത്തിൽ ടെന്റ് കെട്ടി ആ ടെന്റിൽ കയറി എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ആദിൽ ഉസാബ ലം തുഅബദ് ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ എങ്ങാനും ബദറിൽ നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിന്നോട് മാത്രം സഹായം തേടുന്ന, നിന്നിലേക്ക് മാത്രം നേർച്ച വഴിപാട് അർപ്പിക്കുന്ന ഒരു സമൂഹം പിന്നെ ഇവിടെ ഉണ്ടാവൂല. അതുകൊണ്ട് അവർ വിശക്കുന്നവരാണ് റബ്ബേ, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണം. അവർ വസ്ത്രമില്ലാത്തവരാണ് റബ്ബേ, അവരെ നീ വഹിക്കണം. അവര് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്, അവരെ സഹായിക്കണം. നേരം വെളുക്കണവരെ പ്രാർത്ഥിച്ചു. ആരോട്? അള്ളാഹുവിനോട്. ഇതേ സമയം കഅബയുടെ അടുക്ക്, കഅബന്റെ അടുത്ത് നിന്ന് കഅബന്റെ കില്ല പിടിച്ച് അബൂജഹൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു വൈരുദ്ധ്യമുണ്ട്. രണ്ടുപേരും പ്രാർത്ഥിച്ച അള്ളാഹിനോടാ. പിന്നെ എന്തിനാ അവർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്? എന്തിനാ ബദറുണ്ടായത്? അബൂജഹൽ പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ഇൻ കാന അയ്യുനാ കാന അഖ്തഉർ റഹിം വ അതാനാ ബിമാ ലാ നഅരിഫു ഫഅഹിൻഹു ഗദാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, നിനക്കറിയാം ഈ നാട്ടിൽ ഒരു പുതിയ മതവുമായി വന്ന് ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയത് ആരാണെന്ന് നിനക്കറിയാം റബ്ബേ. ഞങ്ങൾ ആരാധ്യന്മാരെ ചീത്ത പറയുകയും പാരമ്പര്യ മതത്തെ നിഷേധിക്കുകയും ഞങ്ങളെല്ലാം മതഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാരെ, മാതാപിതാക്കളെ, കുട്ടികളെ, അയൽവാസികളെ തമ്മിൽ തെറ്റിപ്പിച്ച ഒരു പുതിയ മതവുമായി നാട്ടിൽ വന്ന് ഇവിടെ ഫിത്ന ഉണ്ടാക്കിയതാണെന്ന് അല്ലാഹുവേ നിനക്കറിയാം. നാളെ ബദർ രണാങ്കണത്തിൽ അവരെ നീ പരാജയപ്പെടുത്തണമെന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട്, റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട്. എന്തിനാ പിന്നെ ബദറുണ്ടായത്? എന്താ അവരുടെ വിശ്വാസത്തിലെ വൈകല്യം? രണ്ടുപേരും പ്രാർത്ഥിച്ച അള്ളാഹിനോടാ. പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കാൻ മധ്യവർത്തികളെ തേടി അബൂജഹൽ. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? വലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹു എന്ന പദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പഠിപ്പിച്ചതല്ല. അള്ളാഹു എന്ന ശക്തിയെ പറ്റിയുള്ള അറിവ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതല്ല. അവർക്ക് നേരത്തെ അറിയാം. റസൂലിന്റെ വാപ്പന്റെ പേരെന്താ? അബ്ദുള്ള. അള്ളാന്റെ അടിമന്നല്ലേ? എത്രക്ക പേരുണ്ട്. പിന്നെന്താ? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പ്രവാചകൻ അള്ളാഹുലേക്ക് അടുക്കാൻ മരിച്ചുപോയ മഹാന്മാരെ മധ്യവർത്തികളാക്കാമെന്ന് അബൂജഹൽ. ഈ ആദർശം തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയതെങ്കിൽ, അതിന്റെ പേരിലാണ് 14ഓളം ആളുകൾ രക്തസാക്ഷികളായതെങ്കിൽ, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും പതിതമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആദർശം മനസ്സിലാക്കി, അവരുടെ യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കി സ്വീകരിക്കാൻ ഈ ബദർ നടന്ന ഈ മാസത്തിൽ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അശക്തമായ തവക്കുൽ, ആയുധമില്ല, ആൾബലമില്ല, പക്ഷേ അള്ളാഹുവിൽ തവക്കുലാക്കാനുള്ള വലിയ ബോധം ഈ ബദർ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലികമായി ബദറിനെ വായിക്കുവാനും
അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാനും കൂടി ഈ മാസം, ഈ സംഭവം, ഈ അനുസ്മരണം നമ്മെ സഹായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രവാചകനെയും അള്ളാഹുവിനെയും അനുസരിച്ച് അവന്റെ തൃപ്തിപ്പെട്ട ആളുകളായി ജീവിച്ച് മരിക്കാനുള്ള ശക്തമായ പ്രതിജ്ഞ, ബദരീങ്ങളുടെ മാർഗം പിൻപറ്റാനുള്ള ശക്തമായ പ്രതിജ്ഞ നമ്മൾ ഓരോരുത്തരും പുതുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. പരിശുദ്ധ റമദാനും പരിശുദ്ധ ഖുർആനും അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ, ഖുർആൻ പാരായകരിൽ, പഠിതാക്കളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. 10-13 ദിവസത്തെ നോമ്പില്, തഹജ്ജുദ്, തറാവീഹില്, സദഖയില്, ഖുർആൻ പാരായണത്തിന്, മറ്റു ഇബാദത്തുകളിൽ വന്നുപോയ ന്യൂനത പരിഹരിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് ഇരു ലോകത്തും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവശേഷിക്കുന്ന ദിവസവും പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ വരുമാനത്തിൽ, കച്ചവടത്തിൽ, കൃഷിയിൽ, ജീവിതോപാധികളിൽ ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാറാവ്യാധി, മാരക രോഗത്തെ തൊട്ട്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ ഞങ്ങൾക്ക് പിന്തുടർക്കാൻ, കൂടെ കൊണ്ടു നടക്കാൻ, പിന്തുടരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവസാനം മരിക്കുമ്പം ഈമാനോടുകൂടെ, തൗബയോടുകൂടെ സ്വർഗത്തിൽ ഞങ്ങളെ സ്ഥാനം നേർക്കുനേരെ കണ്ട് മലക്കളുടെ ആശ്വാസ വചനം കേട്ട് പ്രതീക്ഷയോടെ നിന്നിലേക്ക് മടങ്ങി വരാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണശേഷം ലോകാവസാനം വരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കണക്കാക്കിയിട്ടുള്ള 6 അടി മണ്ണ് ഖബർ, കണ്ണത്താ ദൂരം നീ വിശാലമാക്കി തരണേ തമ്പുരാനെ. ആ ഖബറിൽ മലക്കൾ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ അറിവും കഴിവും തൗഫീഖും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു തരണേ തമ്പുരാനെ. പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വലത് കൈയിൽ കർമ്മരേഖ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഏറ്റവും നിസ്സാരമായ വിചാരണ തന്ന് സാധുക്കളായ ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. സിറാത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ ഞങ്ങളെല്ലാം നീ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.